ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തപസ്സുകാലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങളാണ്. തന്നെ കേൾക്കാൻ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തോട് താൻ അബ്രഹാത്തിന് മുൻപേ ഉണ്ടായിരുന്നവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് താൻ തന്നെയാണ് ദൈവം എന്ന് യേശുനാഥൻ അവർക്ക് വളരെ വ്യക്തമായ ഒരു സൂചന നൽകുകയാണ്. പക്ഷേ ഇത് സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ തയ്യാറാകുന്നില്ല. അവർ ഈശോയെ കൊല്ലാനായി പരിശ്രമിക്കുകയാണ്. സുവിശേഷം നമുക്ക് മുമ്പിലേക്ക് തരുന്ന ഒരു വ്യക്തമായ ധാരണയുണ്ട് ഈശോയെക്കുറിച്ച്. ഈശോ ആരാണെന്ന് മനസ്സിലാക്കാൻ അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം തയ്യാറായിരുന്നില്ല. എന്നാൽ ഈശോ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള നിരവധി അടയാളങ്ങളും അത്ഭുതങ്ങളും അവൻ്റെ പഠനങ്ങളും വളരെ വ്യക്തമായും ധാരാളമായും മതിയായിരുന്നു. പക്ഷേ അതൊന്നും സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. കാരണം ഈശോയുടെ പഠനങ്ങളായിക്കൊള്ളട്ടെ, ഈശോയുടെ അടയാളങ്ങളായിക്കൊള്ളട്ടെ, ഇതൊക്കെയും അവരുടെ, അതായത് അവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞരുടെയും ഫരിസയരുടെയും പ്രധാന പുരോഹിതരുടെയും ഒക്കെ ജീവിതചര്യക്കെതിരായിരുന്നു. അപ്പോൾ എന്താണ് ഇവരുടെ ശരിയയ്ക്കും ഈശോയും തമ്മിലുണ്ടായിരുന്ന പ്രധാന വ്യത്യാസം? ആ വ്യത്യാസത്തിലേക്കാണ് ഇന്ന് സുവിശേഷം നമ്മളെ ക്ഷണിക്കുന്നത്. അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, ഈ പ്രധാന പുരോഹിതന്മാർ, ഫരിസയർ, അന്നവിടെ ഉണ്ടായിരുന്ന ആ സമൂഹത്തിൽ വലിയ മാന്യന്മാരെന്ന് സ്വയം ധരിച്ചിരുന്ന മനുഷ്യർ, ഇവരൊക്കെ ആത്മീയമായ അന്ധകാരം ബാധിച്ചിരുന്ന മനുഷ്യരായിരുന്നു. അവരുടെ ആത്മീയ അന്ധകാരത്തിൻ്റെ പ്രധാന അടിസ്ഥാനം അഹങ്കാരമായിരുന്നു. അവരെക്കുറിച്ച് തന്നെ ഒരു ധാരണയുണ്ടായിരുന്നത് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്, അവർ അബ്രഹാത്തിൻ്റെ മക്കളാണ്, ഞങ്ങൾക്കിങ്ങനെ കുറേ പാരമ്പര്യമുണ്ട്, അപ്പോൾ ഈ പാരമ്പര്യം കൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെടും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ യേശുനാഥൻ അതിനെതിരായിരുന്നു. യേശുനാഥൻ പറഞ്ഞത്, ഈ പാരമ്പര്യമായ വിശ്വാസമോ നിങ്ങളുടെ ആത്മീയ അഹങ്കാരമോ അല്ല നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നത്. നിങ്ങൾ മരണത്തിലേക്കാണ് ഇതൊക്കെ നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരണം ശാരീരിക മരണത്തെക്കുറിച്ചല്ല, ആത്മാവിൻ്റെ മരണത്തെക്കുറിച്ചാണ്, ദൈവത്തെ എന്നേക്കുമായി നഷ്ടപ്പെടുന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ അതിനൊരു പ്രതിവിധിയാണ് യേശുനാഥൻ പറയുന്നത്, എൻ്റെ പിതാവും ഞാനും ഒന്നാണ്, പിതാവിൻ്റെ ഹിതമാണ് ഞാൻ നിറവേറ്റുന്നത്. അപ്പം ഈ ഹിതം നിറവേറ്റാനാണ് ഈശോ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. അപ്പോൾ ഈ ഹിതം നിറവേറ്റുന്ന മനുഷ്യരാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവുമായി ഒന്നായി മാറുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനായി മകളായി മാറുന്നത് അപ്പോഴാണ്. അല്ലാതെ എൻ്റെ പാരമ്പര്യങ്ങളോ എൻ്റെ ആത്മീയ അന്ധകാരമോ അല്ലെങ്കിൽ എൻ്റെ ആത്മീയ അഹങ്കാരവുമല്ല എന്നെ ജീവിതത്തിലേക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുന്ന മനുഷ്യനാകുമ്പോഴാണ് ഞാൻ ഈശോ വെച്ച് നീട്ടുന്ന ആത്മീയ ജീവിതത്തിലേക്ക് നടന്നു വരുന്നത്. ഈ തപസ്സുകാലത്ത് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഈശോ പിതാവായ ദൈവത്തിൻ്റെ ഹിതം ജീവിച്ചതുപോലെ പ്രത്യേകിച്ച് ഈ തപസ്സുകാലം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നതും കേവലമായ പ്രവർത്തനങ്ങളെക്കാൾ ഉപരി ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടാവാൻ, അത് പ്രാർത്ഥനയായി മാറാൻ, അതെൻ്റെ ജീവിതത്തിൻ്റെ പുണ്യപ്രവർത്തികളായി മാറാൻ, അങ്ങനെ ഈശോയിൽ ഒന്നായി തീരാനാണ്. അപ്പോൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എന്തെങ്കിലും ആത്മീയ അന്ധകാരമോ ഏതെങ്കിലും ജീവിതത്തിൽ ഞാൻ വലുതാണെന്നുള്ള ഭാവമോ എൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചിന്തകളോ ഒക്കെ എന്നെ ഈശോയിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈശോയെ പൂർണ്ണമായി സ്വീകരിക്കാൻ, എളിമയുള്ള മനസ്സോടുകൂടെ അവൻ്റെ ജീവിതചര്യകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.